ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 എക്കണോമിക്സിലെ മൈക്രോ ഉണ്ടല്ലോ, മൈക്രോ എക്കണോമിക്സിനകത്തെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. മീൻസ് പബ്ലിക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, സമ്പദ്ഘടന അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ടോപ്പിക്സിൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കേണ്ടത് അല്ലേ. മീൻസ് എന്താണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്സുകൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് വരുന്നതാണ് ഉൽപ്പാദന സാധ്യതാ പരിധി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്ന ഉൽപ്പാദന സാധ്യതാ പരിധി. എന്താണ് ഡെഫിനേഷൻ എന്നും ഫിഗർ എന്താണെന്നുള്ളതും ഇതാണ് PPC എന്ന് നമ്മൾ എന്താണ് ഷോർട്ടായിട്ട് പറയും. സോ PPCയുടെ ഫിഗർ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പോവുക. അത് നമുക്ക് ഡെഫിനേഷൻ എഴുതാനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത് നമ്മുടെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും അതിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നോക്കണം കേട്ടോ. വാസ്തവികവും പ്രാമാണികവുമായ സാമ്പത്തിക വിശകലനം, പോസിറ്റീവ് എക്കണോമിക്സ് എന്താണ്, നോർമാറ്റീവ് എക്കണോമിക്സ് എന്താണ്. ഇത് നമുക്കൊരു ഷോർട്ടായിട്ടൊരു കൂടിപ്പോയി ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 2-3 മാർക്ക് അങ്ങനെയൊക്കെ ഡെഫിനേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. സോ ഡെഫിനേഷൻ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഇംഗ്ലീഷിൽ മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് ഇവ തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ മൈക്രോയ്ക്കും മാക്രോയ്ക്കുള്ള കറക്റ്റ് എക്സാമ്പിൾസ് കൂടി പഠിച്ചിട്ട് പോകണം കേട്ടോ. കാരണം എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് 1 വേർഡിലും ഒക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടും പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ എക്സാമ്പിൾസ് സഹിതം നിങ്ങൾ പഠിച്ചിട്ട് പോകാം. രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറയുന്നതാണ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. സോ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ടോപ്പിക്കാണ് യൂട്ടിലിറ്റി, ഉപയുക്തത എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, യൂട്ടിലിറ്റി നമ്മൾ പഠിക്കണം. യൂട്ടിലിറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്നതാണ് പരിമാണ ഉപയുക്തത അപഗ്രഥനം, അങ്ങനെ തന്നെയാണോ മലയാളത്തിൽ പറയുന്നത്? യെസ്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നും കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ദാറ്റ് ഈസ് മൊത്തം ഉപയുക്തത, ടോട്ടൽ യൂട്ടിലിറ്റി, സീമാന്ത ഉപയുക്തത, മാർജിനൽ യൂട്ടിലിറ്റി. ഈ കുഞ്ഞു ടോപ്പിക്സുകളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോകണം കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, യെസ്, നമ്മുടെ 1 വേർഡ്സിനകത്തും ഒക്കെ ഡെഫിനേഷൻ തന്നിട്ടും ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്ഥാനീയ ഉപയുക്തത വിശകലനം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും നോക്കിയിട്ട് പോവുക. യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് എവിടെ ഏതാണെന്നറിയോ, നിസ്സംഗത വക്രത്തിൻ്റെ ആകൃതി. നിസ്സംഗത വക്രം അഥവാ ഇൻഡിഫറൻസ് കർവ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. സോ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോവുക. എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഫിഗർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യുക, എല്ലാവരും നോക്കിയിട്ട് പോവുക. ഓക്കെ, നിസ്സംഗത വക്രം എന്ന് പറയുമ്പോൾ അവിടെ ഡെഫിനേഷനും ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല അതിൻ്റെ ഫ്യൂച്ചേഴ്സ്, അതിൻ്റെ സവിശേഷത എന്തെല്ലാമാണ് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളത് ആ പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോകാം കേട്ടോ. അത് എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ നമുക്ക് ചോദിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിനകത്തു നിന്നൊരു പ്രോബ്ലം നമുക്ക് വരാറുണ്ട് അല്ലേ. നമ്മുടെ ഈ ഒരു ഇക്വേഷനൊക്കെ വെച്ച് P1x1 + P2x2 = m, അതായത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു പ്രോബ്ലം, ഒരു കണക്ക് വരാറുണ്ട്. 8 മാർക്കിനാണത് വരുന്നത്. സോ കണക്ക് എന്തായാലും നിങ്ങൾ പഠിക്കുക. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ മൈക്രോയിലും മാക്രോയിലും ഇമ്പോർട്ടൻ്റ് കണക്കുകളെല്ലാം അതിൻ്റെ വിത്ത് ആൻസേഴ്സ് ഉൾപ്പെടെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. കാരണം ഞാനത് കുറച്ചധികം പ്രിപ്പയർ ചെയ്യാനുണ്ട്. കാരണം അത് ഫുള്ളൊന്ന് എഴുതി റെഡി ആവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം മൊത്തം കവർ ചെയ്ത് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. സോ പ്രോബ്ലംസ് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും, ഒരു വലിയ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ അതിൽ നമുക്ക് ഈ പ്രോബ്ലമൊക്കെ നമുക്ക് സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം, നമുക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നോക്കൂ, ഉപഭോക്താവിൻ്റെ അനുകൂലതമ തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അല്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നും പറയാം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ തന്നെ ആ ടോപ്പിക്ക് നോക്കി വയ്ക്കൂ. ഇത് 8 മാർക്കിൻ്റെ ഒരു എസ്സേ ചോദ്യമാണ്.
8 മാർക്കിന് അഥവാ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എവിടെ വരും? യെസ്, നമ്മുടെ ഷോർട്ടസ്റ്റ് ആയിട്ട് ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഈ ഒരു ഇക്വിലിബ്രിയം മീൻസ് അതായത് നമ്മുടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ഒക്കെ കൂട്ടിമുട്ടുന്ന രേഖേനെയാണ് നമ്മൾ അതെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഈ ഒരു ടോപ്പിക് എല്ലാവരും നോക്കിയിട്ട് പോയി. ഇതിൻ്റെ ഫിഗറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഈ ഫിഗർ ഉൾപ്പെടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം 8 മാർക്കിന് ഇതാണ് കേട്ടോ ഫിഗർ വരുന്നത്. ഓക്കെ, ഈ ഫിഗർ എന്താണ് എല്ലാവരും പഠിച്ചിട്ടോ? ഫിഗർ മാത്രമല്ല എക്സ്പ്ലനേഷൻ സഹിതം. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ഡിമാൻഡിൻ്റെ പോർഷനകത്ത് വരുമ്പോൾ, അതായത് ചോദനം എന്ന് പറഞ്ഞൊരു മെയിൻ ടോപ്പിക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മുടെ ചോദനത്തെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അതായത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. സോ അതിനകത്ത് വരുന്നതാണ് നോർമൽ ഗുഡ്സ് എന്താ, ഇൻഫീരിയർ ഗുഡ്സ് എന്താ, അതായത് സാധാരണ വസ്തുവും താഴ്ന്ന തരം വസ്തു എന്താണെന്നുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇനിയുണ്ട് കേട്ടോ. പ്രതിസ്ഥാപന വസ്തുക്കൾ എന്താണ്, പൂരക വസ്തുക്കൾ എന്താണ്, ഓക്കെ, അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താ, കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളെല്ലാം നമുക്ക് എന്ത് ചോദിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ 1 വേർഡ്സിനകത്ത് വരാറുണ്ട് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾസ് തരും. അതായത് നോർമൽ ഗുഡ്സിന് എക്സാമ്പിൾസ് തന്നിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ ഓരോ ഗുഡ്സിനും എന്ത് ചെയ്യാറുണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാര്യം എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് 1 വേർഡ്സിനകത്തൊക്കെ നമുക്ക് 2 മാർക്സിനകത്തൊക്കെ നമുക്ക് അങ്ങനെ ഈ ഒരു ടോപ്പിക്കുകളിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഷോർട്ട് എസ്സേയാണ് ചോദന വക്രത്തിലെ മാറ്റം. ഓക്കെ, അതായത് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ ആ ഒരു ടോപ്പിക് എല്ലാവരും നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനകത്ത് ഒരു 4 ഫിഗേഴ്സൊക്കെ പഠിക്കാനുണ്ട്. ആ ഫിഗേഴ്സൊക്കെ നിങ്ങൾ പഠിച്ച് വരച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, അത് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന വക്രത്തിലെ മാറ്റം. ഇനി അടുത്ത് ഈ ഒരു ചാപ്റ്ററിലെ അവസാന ഭാഗത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ചോദനത്തിൻ്റെ ഇലാസ്തികത എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തോട്ടാണ് കേട്ടോ വരുന്നത്. ഒരു 5 ഇലാസ്തികതകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 5 മീൻസ് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ചോദനത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ആ 5 ഇലാസ്തികതയെ പറ്റിയിട്ടും 5 ഫിഗേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകുക. അത് നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ്. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലൊക്കെ രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് ഒരു മാർക്കിനെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ല. സോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? അതായത് നമ്മുടെ ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കണക്ക് ചോദിക്കാറുണ്ട്. അതായത് എന്താ പറയുക, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷനൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു കണക്ക് വരുന്നുണ്ട്. എന്താണ് ആ കണക്ക് നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 2 മാർക്കിനോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകും. ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞില്ല, പ്രോബ്ലംസിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അതിനകത്ത് ഈ കണക്കൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട. ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ല, ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു ഫിഗർ നമുക്ക് പലപ്പോഴും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യം വരാറുണ്ട്. ഓക്കെ, ലീനിയർ അല്ലെങ്കിൽ എനിക്ക് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നേർരേഖാ ചോദനം അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയുന്നത്. ലീനിയർ ഡിമാൻഡ് എന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, ലീനിയർ ഡിമാൻഡ് കർവ്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്ന ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടില്ല, അതാണ് അവിടുത്തെ ഡിമാൻഡ് കർവ്. അതാണ് ലീനിയർ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി, ഈ 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഇതിലിപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. ഞാനിത് എക്സ്ട്രാ ഒരു ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ടൊക്കെ മാത്രം. ഓക്കെ, അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയുന്നുണ്ട്. സോ ഈ ഒരു ഫിഗറും ഈ ഒരു ചാപ്റ്ററിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകുക. ഇത് പലപ്പോഴും നമുക്ക് ഒരു 4 മാർക്കിനോ ഒക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ഫിഗറാണ് കേട്ടോ. വരയ്ക്കാനോ അല്ലെങ്കിൽ തന്നിട്ട് ഫില്ല് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇത് എളുപ്പമാണ്, എല്ലാവർക്കും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഈ വരച്ചിട്ട് ഈ കാണുന്നില്ല ഈ പോയിൻറ്റ്സ്, ഈ 5 പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടി ചെയ്ത് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഒക്കെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോയിലും മാക്രോയിലും സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ്, ഓക്കെ, കണക്കുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മീൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട്.
അതിൻ്റെ ആൻസേഴ്സ് ഉൾപ്പെടെ ജസ്റ്റ് ടോപ്പിക്സ് പറഞ്ഞു പോകുക മാത്രമല്ല ആൻസേഴ്സ് ഉൾപ്പെടെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഞാനത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അധികം വൈകാണ്ട് നമുക്ക് അതെന്ത് ചെയ്യാറുണ്ട്, ഞാനത് പാർട്ടുകളായിട്ട് മീൻസ് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ആക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കനൊക്കെ എനാബിൾ ആക്കി വെക്കുക. എന്താ പറയുക, അപ്പോൾ ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.